കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് തീ പടർന്നു. കൊല്ലത്തിനും ഇരവിപുരത്തിനുമിടയിലാണ് മരം വീണത്. കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അപകടം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാലേ ട്രെയിൻ നടക്കുന്നുണ്ട് ഇവിടെ. ലൈൻ അവിടെ നിന്ന് പൊട്ടിയ വന്ന് അടി കറണ്ടല്ല, ആ ലൈൻ പൊട്ടി തെറിക്കോ, പൊട്ടി ഇങ്ങോട്ട് അടി കമ്പി ഇങ്ങോട്ടൊന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ പേടി. കമ്പിയേ പൊട്ടിയ ടെമ്പറിലിരിക്കുന്ന കമ്പി വന്ന് അടിക്കും ചിലപ്പോ. കൊല്ലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുജിത്ത്, ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? അവിടുത്തെ ആ ജനങ്ങളുടെ ആശങ്ക, തീ ഉയരുന്ന ദൃശ്യങ്ങൾ കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. ആശങ്ക പരിഹരിക്കാനായോ? അതെ ഗോകുൽ, വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവ. ഈ വൈകിട്ട് 7:20 കൂടിയാണ് ഇത്തരത്തിൽ പോളയത്തോട് ശ്മശാനത്തിന് സമീപം നിന്ന വലിയ മരം കടപുഴകി ഈ റെയിൽവേ ട്രാക്കിന് മുകളിലേക്ക് വീണത്. അതേസമയം റെയിൽവേ ട്രാക്കിന് മുകൾ വശത്തുണ്ടായിരുന്ന റെയിൽവേ വൈദ്യുത ലൈനിലേക്കാണ് ഇത് പതിച്ചത്. അതോടുകൂടിയാണ് ആ വലിയ തീഗോളങ്ങൾ അവിടെ ഉയർന്നത്. അതിനുശേഷം ഈ ലൈനുകൾ പൊട്ടി വീഴുകയും ചെയ്തു. വൈദ്യുത തകരാറ് ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. വൈദ്യുത ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിച്ച് ട്രെയിനുകളൊക്കെ തന്നെ ഓടിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ റെയിൽവേ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ്. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളാണ് പലയിടത്തും പിടിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വലിയൊരു ആപത്തിൽ നിന്നാണ് ഒരു ട്രെയിൻ രക്ഷപ്പെട്ടതെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. പുനലൂരിലേക്ക് പോകുന്ന കന്യാകുമാരി പാസഞ്ചറാണ് മീറ്ററുകൾക്കകലെ മാറ്റി നിർത്തിയിട്ടത്. ആ സമയത്താണ് ഈ മരം വീണത്. ഒരു മീറ്ററുകൾ മാത്രം അകലെ വെച്ചാണ് ഇത് വീണത്. വലിയൊരു തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം തെന്നിമാറിയതെന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് റെയിൽവേ. ഗോകുൽ, ശരി. കൊല്ലത്താണ് ട്രാക്കിലേക്ക് മരം വീണ് റെയിൽവേയുടെ വൈദ്യുതി ലൈനുകൾക്ക് തീ പിടിച്ചത്. ഏതായാലും ഇപ്പോഴും അവിടെ റെയിൽ ഗതാഗതം പൂർവ്വ നിലയിൽ അല്ലെങ്കിൽ പഴയ പോലെ ആക്കാനുള്ള പരിശ്രമം തുടരുകയെന്നാണ് സുജിത് സുരേന്ദ്രൻ നൽകുന്ന വിശദാംശം.